നമസ്കാരം, എൻ്റെ പേര് പ്രജ്വലിത. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടാം മൂഴം എന്ന പുസ്തകത്തെ പറ്റിയുള്ള ആസ്വാദന കുറിപ്പാണ്. പ്രശസ്തരായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ നോവലാണ് രണ്ടാം മൂഴം. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. മഹാഭാരത കഥ തന്നെയാണ് രണ്ടാം മൂഴത്തിൻ്റെയും കഥ. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം മൂഴമേ ലഭിക്കുന്നുള്ളൂ. ഇതാണ് പേരിന് പിന്നിൽ. മഹാഭാരതത്തിൽ നാം കണ്ട ഭീമനെയല്ല MTയുടെ രണ്ടാം മൂഴത്തിലെ ഭീമൻ. ഭീമന്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും ചിന്തകളും വികാരങ്ങളും നോവലിൽ ഭീമന്റെ കണ്ണിലൂടെ അവതരിപ്പിക്കുന്നു. മഹാഭാരതത്തിൽ വളരെ അകലെ കാണുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം മൂഴത്തിൽ വളരെ അടുത്തായിട്ടാണ് കഥാകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭീമന്റെ സാരഥിയായ വിശോകൻ. കാനനകുമാരി ഹിഡുംബിയിലാണോ രാജകുമാരി ദ്രൗപദിയിലാണോ ഭീമന് ഏറ്റവും കൂടുതൽ പ്രണയമെന്ന് വായനക്കാരന് സംശയമുണ്ടാക്കുന്നു. കുന്തിദേവിക്ക് വിവാഹത്തിന് മുൻപ് സൂര്യഭഗവാനിൽ പിറന്ന പുത്രനാണ് കർണൻ. മഹാഭാരതത്തിലെ കർണനോട് നമുക്ക് സ്നേഹവും സഹതാപവും തോന്നുന്നുവെങ്കിൽ രണ്ടാം മൂഴത്തിലെ കർണനോട് വെറുപ്പാണ് തോന്നിപ്പോവുക. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച കഥാസന്ദർഭമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കുന്തിയും ഭീമനും തമ്മിലുള്ള സംഭാഷണം. ശക്തനായ ഒരു മകനെ കിട്ടാൻ വേണ്ടി കാട്ടിൽ നിന്നും ചങ്ങല അഴിഞ്ഞു വന്നൊരു കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്നു എന്ന് കുന്തി ഭീമനോട് പറയുന്നതാണ് കഥയുടെ അവസാനം. വായുപുത്രൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ ഒടുവിൽ അവിടെയും തോൽക്കപ്പെടുന്നു. എല്ലാ വിജയങ്ങൾക്കു പിന്നിൽ ഭീമന് മാത്രം അവകാശപ്പെട്ട മിഴുനീരിന്റെ ഒരരുവിയുണ്ട്. ഭീമന്റെ ദുഃഖങ്ങൾ ഇതിഹാസത്തിലെ ജീവിതവാരങ്ങൾക്കിടയിൽ എത്രമാത്രം അനാഥമാണെന്ന് രണ്ടാം മൂഴം വായിച്ചാൽ അറിയാം. നന്ദി, നമസ്കാരം. അനന്തപുരിയിൽ വീണ്ടും ഒരു വായനയുടെ ഉത്സവകാലം കൂടി. എഴുത്തിന്റെയും വായനയുടെയും കലയുടെയും 7 നാളുകൾ. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് 2025 ജനുവരി 7 മുതൽ 13 വരെ കേരള നിയമസഭാ മന്ദിരത്തിൽ. അനന്തപുരിയിൽ വീണ്ടും ഒരു വായനയുടെ ഉത്സവകാലം കൂടി. എഴുത്തിന്റെയും വായനയുടെയും കലയുടെയും 7 നാളുകൾ. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് 2025 ജനുവരി 7 മുതൽ 13 വരെ കേരള നിയമസഭാ മന്ദിരത്തിൽ.